ഹായ് ഗൈസ്, സക്സസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടല്ലേ പുതിയത്, അതായത് എസ് എസ് സി സെലക്ഷൻ പോസ്റ്റ് 2025 വന്നിട്ടുണ്ട്. ജൂൺ 2 മുതലായിരുന്നു എൻ്റെ നോട്ടിഫിക്കേഷൻ, അതായത് ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം, അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനേക്കുള്ള വിശദാംശങ്ങളിലേക്ക് പോകാം. നോക്കൂ, ഡേറ്റ് ഫോർ അഡ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റുകൾ എന്ന് പറയുന്നത് ജൂൺ 2 മുതൽ ജൂൺ 23 വരെയാണ്. അത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 23 ഓൺലൈൻ ഫീ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്, ഫീയോടുകൂടി സബ്മിറ്റ് ചെയ്യേണ്ടത് 24/6/2025 നമുക്ക്, അതായത് ജൂൺ 24 ലാസ്റ്റ് ഡേറ്റ്, ഫീ പേയ്മെൻറ്റിൽ ലാസ്റ്റ് ഡേറ്റ്. അത് ഇനി ആപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കറക്ഷൻസ് ഉണ്ടെങ്കിൽ ആ കറക്ഷൻസ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് ജൂൺ 28 മുതൽ ജൂൺ 30 വരെയുള്ള ദിവസങ്ങളിലാണ്. അതിനുശേഷം അതിന് സാധിക്കുന്നതല്ല. അപ്പോൾ ആ സമയത്ത് തന്നെ നിങ്ങൾ കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് വരുന്നത് നമ്മുടെ എക്സാമിനേഷൻ എന്നാണെന്നുള്ളത്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ അത് എപ്പോഴാണെന്നുള്ളതാണ്. ജൂലൈ 24 മുതൽ ഓഗസ്റ്റ് 4 വരെയുള്ള ഡേറ്റിൽ വരാം. അത് ടെൻറ്റേറ്റീവ് ആണ്, ചിലപ്പോൾ അത് നീണ്ടുപോയേക്കാം. അടുത്തത് വരുന്നത് വെബ്സൈറ്റ്, അതായത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് നോക്കാം. അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് ssc.gov.in ആണ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്ത കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ സൈറ്റിൽ കയറി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഈ സൈറ്റിൽ തന്നെ. ഈ അല്ലാതെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് ഈ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് വരുന്നത് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ, എങ്ങനെയാണ് അതിൻ്റെ ഫീസ് വരുന്നതെന്നുള്ളത്. 100 രൂപയാണ്. അത് ഓൺലൈൻ മാത്രമേ നമുക്ക് അടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് നെറ്റ് ബാങ്കിങ്ങോ UPI വഴിയോ അല്ലെങ്കിൽ കാർഡ് വഴിയോ ഏത് കാർഡ് വേണമെങ്കിലും സ്വീകരിക്കും. അടുത്തത് വരുന്നത് ഫീ എക്സെപ്ഷൻസ് ആണ്, അതായത് ഫീ ഒഴിവാക്കിയിരിക്കുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതുപോലെ തന്നെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ള എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള കാൻഡിഡേറ്റ്സ്, അതുപോലെ എക്സ് സർവീസ്മെൻ, അങ്ങനെയുള്ളവർക്ക് ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24/6/2025, അതായത് ജൂൺ 24 പ്രത്യേകം ഓർക്കുക. അടുത്തത് വരുന്നത് ഏജ് ആണ്. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏതൊക്കെ പ്രായപരിധി എങ്ങനെയാണെന്നുള്ളത് അല്ലേ. ഓക്കെ, 18 മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ SC/ST വിഭാഗക്കാർക്കാണെങ്കിൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ, അതായത് 42 വയസ്സ് വരെ ആണെങ്കിൽ അത് വീണ്ടും ഒരു 5 വർഷം കൂടി എഴുതാം, അതായത് 47 വയസ്സ് വരെ എഴുതാം. അങ്ങനെയാണ് ഓരോ കാറ്റഗറി വൈസ് റിലാക്സേഷൻ വരുന്നത്. ഇങ്ങനെയാണ് OBCയിൽ 3 വർഷം, അതായത് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് അത് 10 വർഷം വരെ വരും. അതുപോലെ തന്നെ അതിൽ തന്നെ OBCയും SC/ST ഉണ്ട്. OBC ആണെങ്കിൽ 13 വർഷവും, അതുപോലെ തന്നെ SC/ST ആണെങ്കിൽ 15 വർഷവുമാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. ഈ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വെച്ച് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അത് 1 ഓഗസ്റ്റ് 2025 മുൻപുള്ളതായിരിക്കണം. 1 ഓഗസ്റ്റ് 2025 മുമ്പുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് അല്ലേ, എല്ലാ എക്സാംസിനും ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഈച്ച് ക്വാളിഫിക്കേഷൻ ലെവൽ വിൽ ഹാവ് സെപ്പറേറ്റ് എക്സാം. ഓരോ ക്വാളിഫിക്കേഷൻ ലെവലിലും സെപ്പറേറ്റ് ആയിട്ടാണ് എക്സാം വരുന്നത്. ഒരു എക്സാം വീതം, അതായത് ഓരോ ക്വാളിഫിക്കേഷനും ഓരോ സെപ്പറേറ്റ് എക്സാമാണ്. പലവരും പല ക്വാളിഫിക്കേഷനുള്ള അല്ലേ. അപ്പോൾ ആ ലെവൽ, അവരുടെ ലെവൽ അനുസരിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും. പിന്നെ മൾട്ടിപ്പിൾ പോസ്റ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ പോസ്റ്റ് അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ അവരുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അവരുടെ പോസ്റ്റിൻ്റെ പ്രിഫറൻസും അതുപോലെ അവരുടെ സ്കോറും ബേസ് ചെയ്തിട്ടായിരിക്കും. അടുത്തത് വരുന്നത് എന്താ, ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതാണ്. അത് ഒരു എക്സാമേ ഉള്ളൂ, അതായത് ടയർ 1 ആ ഒരു എക്സാം മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതിനുശേഷം ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അതിനുശേഷം ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ട്. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ആ പോസ്റ്റിനനുസരിച്ച് വേരി ചെയ്യും. ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം, ചില പോസ്റ്റുകൾക്ക് ആ സ്കിൽ ടെസ്റ്റ് ഇല്ല, ചിലതിന് മാത്രം. അതിനുശേഷമാണ് ഫൈനൽ റിസൾട്ട് വരുന്നത്.
ഇനി എക്സാമിൻ്റെ സ്കോർ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. സെയിം SSC പോലെ തന്നെ കേട്ടോ. അതായത് ഔട്ട് ഓഫ് 200 ആണ് എക്സാം വരുന്നത്. അതിൽ മാക്സിമം ഓരോ സബ്ജക്റ്റിൻ്റെയും മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 50 ആണ്. അതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോന്നിലും വരുന്നത് 25 ആണ് ഓരോന്നിനും. ഏതൊക്കെയാണ് സബ്ജക്ട്സ്? ജനറൽ ഇൻ്റലിജൻസ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇതിൽ എക്സാം ഡ്യൂറേഷൻ അതായത് ടൈം വരുന്നത് 60 മിനിറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രൈബ്സ് യൂസ് ചെയ്ത് എഴുതുന്നവരുണ്ട് അല്ലേ, അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്. അവർക്ക് 80 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ ഓഫ് എക്സാമിനേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ജൂൺ 23 മുമ്പ് തന്നെ എല്ലാവരും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.